ഹായ് എല്ലാവർക്കും നമസ്കാരം. GK സിംപ്ലിഫൈഡിൻ്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നാഷണൽ ഇൻകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 അത്യാവശ്യം നല്ലപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. സംഭവം സിമ്പിളാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞോളൂ. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടെ വരെയാണ്, ഈ ഒരു വർഷം വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ. നമുക്ക് മുന്നോട്ട് പോകണം. ബേസ് വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അതൊന്നുകൂടെ പറയുന്നില്ല, വളരെ പതുക്കെയാണ് പോയത്. ക്ലിയർ ആണല്ലോ, മുന്നോട്ട് പോവാം. നമ്മൾ പറഞ്ഞു നാഷണൽ ഇൻകത്തിന്റെ കാൽക്കുലേഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന രണ്ട് ടെർമിനോളജീസ്, ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും. എന്താണ് ഫാക്ടർ കോസ്റ്റ്, എന്താണ് മാർക്കറ്റ് പ്രൈസ്? അപ്പം നമുക്കത് ഇംഗ്ലീഷിലും കാണണം, നമുക്കത് മലയാളത്തിലും കാണണം. ഫാക്ടർ കോസ്റ്റ് എന്നാൽ വായിച്ചേ, ഫാക്ടർ കോസ്റ്റ് എന്ന് കഴിഞ്ഞാൽ എവിടെ കിടക്കുന്നു? ഘടക ചെലവ്. അപ്പോൾ രണ്ട് രീതിയിൽ ഓർത്തിരിക്കാം. ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ചിലർ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയും, അങ്ങനെ വിചാരിച്ചാൽ മതി. ഫാക്ടറി കോസ്റ്റ് എന്ന് വിചാരിച്ചാൽ മതി. ഫാക്ടർ എന്ന് വെച്ചാൽ എന്താ? ഘടകം. അപ്പോൾ മലയാളത്തിൽ ഘടക ചെലവ്. അടുത്തതാണ് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താ? കമ്പോളം. അപ്പോൾ കമ്പോള വില. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോ, സാധനങ്ങൾ ഫാക്ടറി വിലയ്ക്ക് വിൽക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഫാക്ടറി വില എന്ന് പറയുന്നത് മാർക്കറ്റിലെ വിലയേക്കാളും കുറച്ച് കുറവാണ് എന്നാണല്ലോ അതിൻ്റെ ഒരു അർത്ഥം. അല്ലാതെ വില കൂട്ടി സാധനങ്ങൾ വിൽക്കുന്നതായാലും പറയുമോ? ഇല്ല. അപ്പോൾ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫാക്ടറി കോസ്റ്റ് എന്ന് ഓർത്താലും കുഴപ്പമില്ല, അത് തെറ്റാണ്. ഫാക്ടർ കോസ്റ്റ് എന്നാണ് സാധനം, നിങ്ങൾ ഫാക്ടറി കോസ്റ്റ് ഓർത്തോളൂ. ഫാക്ടറി കോസ്റ്റ് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറവായിരിക്കും. അതായത് ഈ പറയുന്ന ഫാക്ടർ കോസ്റ്റിനോട് എന്തോ കൂടെ ചേരുമ്പോൾ മാർക്കറ്റ് പ്രൈസ് ഉണ്ടാകുന്നു. എന്തോ ഒരു പോസിറ്റീവ് വാല്യൂ ചേരുമ്പോൾ അത് മാർക്കറ്റ് പ്രൈസിലേക്ക് നയിക്കുന്നു. അത്രയും നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ കമ്പോള വില അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്താന്ന് നോക്കാം, ഫാക്ടർ കോസ്റ്റ് എന്താന്ന് നോക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫാക്ടർ എന്ന് പറയുന്നത് എന്താ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ പറഞ്ഞില്ലേ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർഷിപ്പ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതല്ലേ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ആ പ്രൊഡക്ഷൻ നിങ്ങൾ ഒരു ചരക്ക്, ഒരു സേവനം, ഗുഡ്സ് ആൻഡ് സർവീസസ്, അതാണല്ലോ GST, ചരക്ക് സേവന നികുതിയാകുന്നത്. അപ്പോൾ എന്താണോ ഉൽപ്പാദിപ്പിക്കുന്നത് അതിനുപയോഗിക്കുന്ന ആ ഫാക്ടേഴ്സ്, അതിൻ്റെ ആകമൊത്തം വില എത്രയാണ്? ആകമൊത്തം കോസ്റ്റ് എത്രയാണ്? അതായത് നിങ്ങൾ കൊടുക്കുന്ന വാടകയാകട്ടെ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ശമ്പളമാകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് കൊടുക്കുന്ന പലിശയാകട്ടെ, അല്ലെങ്കിൽ ആ സംരംഭകന് കൊടുക്കുന്ന പ്രോഫിറ്റ് ആകട്ടെ, ഇതെല്ലാമാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫാക്ടർ കോസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, ഫാക്ടറി കോസ്റ്റ് എന്ന് ഓർക്കുക. ഫാക്ടറി കോസ്റ്റ്, അതാണ് നമ്മുടെ കോഡ് കേട്ടോ. ഫാക്ടറി കോസ്റ്റ്, ഫാക്ടർ കോസ്റ്റ്. ഫാക്ടറിക്ക് അകത്തെ വില, സാധനങ്ങൾ കമ്പനി വിലയിൽ, സാധനങ്ങൾ കമ്പനി വിലയിൽ. ക്ലിയർ ആണേ? മനസ്സിലായല്ലോ? നേരെ മാർക്കറ്റിലേക്ക് പോവുകയാണ്. മാർക്കറ്റ് പ്രൈസ് ഈസ് ദ ആക്ച്വൽ ട്രാൻസാക്റ്റഡ് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അതേ വിലയ്ക്കാണോ സാധനങ്ങൾ വിൽക്കുന്നത്? അല്ല, കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വില കൂടാതെ എക്സ്ട്രാ വില അതിനകത്തേക്ക് ആഡ് ചെയ്ത് വരുന്നുണ്ട്. എന്തൊക്കെ വില ആഡ് ചെയ്ത് തരുന്നത്? ശ്രദ്ധിച്ചോളൂ. ഇതാ, നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ ഇരിക്കുന്ന ഈ ബോക്സ്. അപ്പോൾ അതിനെന്തുണ്ട്? ഒരു ഫാക്ടർ കോസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ ഫാക്ടർ കോസ്റ്റിലേക്ക് ഭാവിയിൽ എന്ത് ആഡ് ചെയ്യും? നികുതി ആഡ് ചെയ്യും, ടാക്സ് ആഡ് ചെയ്യില്ലേ? ഉണ്ടോ ഇല്ലയോ? ടാക്സ് ആഡ് ചെയ്യും. LPG പോലെയുള്ള വളം, ഫെർട്ടിലൈസർ പോലെയുള്ള സാധനങ്ങൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന മറ്റൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അതാണ് സബ്സിഡി. സോളാർ പാനൽ പണിയുമ്പോൾ സബ്സിഡി കിട്ടും, ഇത്ര വില കൊടുക്കുക, കുറച്ച് വില തിരിച്ചു കിട്ടും, ഇത്ര എമൗണ്ട് കൊടുക്കുക, കുറച്ച് തിരിച്ചു കിട്ടും, അത് സബ്സിഡിയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഗവൺമെന്റിന്റെ പെർസ്പെക്റ്റീവ് നിന്ന് ആലോചിച്ച് നോക്കൂ. ഗവൺമെന്റ് എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ? കൂടുതൽ നികുതി കിട്ടണം, സബ്സിഡി കുറച്ച് കൊടുത്താൽ മതി. കാരണം എന്താ? നികുതി കൂടുതൽ കിട്ടുമ്പോൾ ഗവൺമെന്റിന്റെ വരുമാനം കുറയും, സബ്സിഡി കുറയുമ്പോൾ ഗവൺമെന്റിന്റെ ചെലവ് കുറയും. ഗവൺമെന്റ് കൊടുക്കുന്ന ഇളവിനല്ലേ നമ്മൾ സബ്സിഡി എന്ന് പറയുന്നത്? ഒരു ഇളവ് ചെയ്ത് കൊടുക്കുക, അതിനല്ലേ നമ്മൾ സബ്സിഡി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സാധനത്തിന്റെ ഫാക്ടർ കോസ്റ്റ് എത്രയാണോ അതിന്റെ കൂട്ടത്തിൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ടാക്സ് നമ്മൾ കൂട്ടി, സാധനത്തിന്റെ വില കൂടി. ഗവൺമെന്റ് സബ്സിഡി കുറയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ചു, സബ്സിഡി നമ്മൾ കുറച്ചു. അപ്പോൾ ഒരു സാധനത്തിന്റെ കൂടെ ടാക്സ് കൂട്ടുമ്പോൾ അതിന്റെ വില കൂടുന്നു. കുറച്ച് സബ്സിഡി കൊടുക്കുള്ളൂ. ടാക്സ് ആയിരിക്കും സബ്സിഡി ആയിരിക്കും വരുന്നത്. നിങ്ങൾ തന്നെ ആലോചിക്കും, നമ്മുടെ നാട്ടിൽ ടാക്സ് ആണ് കൂടുതൽ, സബ്സിഡിയാണ് കൂടുതൽ. സബ്സിഡി കൂട്ടിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന് വരുമാനം ഉണ്ടാവില്ല. അല്ലെങ്കിലേ മുണ്ട് മുറുക്കി കൊടുത്തോളം പറയുന്ന ഗവൺമെന്റ് ടാക്സ് കുറച്ചിട്ട് സബ്സിഡി കൂട്ടുമോ? ഇല്ല. സോ ടാക്സ് മൈനസ് സബ്സിഡി എന്ന് പറയുന്നത് മിക്കവാറും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഗൾഫ് രാജ്യങ്ങൾ പോലെ ആയിരിക്കണം, അവിടെ നികുതി ഇല്ലല്ലോ.
ദുബായൊക്കെ പോയിരിക്കണം. അങ്ങനെയല്ല, നമ്മുടെ രാജ്യത്ത് ടാക്സ് മൈനസ് സബ്സിഡി ഈസ് എ പോസിറ്റീവ് വാല്യൂ ബിക്കോസ് ടാക്സ് ഈസ് ഗ്രേറ്റർ ദാൻ സബ്സിഡി. അപ്പോൾ അതുകൊണ്ട് ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ എപ്പോഴും എന്ത് ആഡ് ചെയ്യപ്പെടും? ഒരു പോസിറ്റീവ് വാല്യൂ ആഡ് ചെയ്യപ്പെടും. ആ സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ ടാക്സ് മൈനസ് സബ്സിഡി ആഡ് ചെയ്യപ്പെടും. ടാക്സ് മൈനസ് സബ്സിഡി, അതിന് നമ്മൾ പറയുന്ന പേരാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. ടാക്സസ് രണ്ട് തരം ഉണ്ടെന്നും, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്, അത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, അത് മറ്റൊരു സെഷനിൽ പഠിപ്പിക്കണം. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണം ഇൻകം ടാക്സ്, എൻ്റെ ഇൻകം ടാക്സ് ഞാൻ അടയ്ക്കണം, അത് മറ്റൊരാൾ അടയ്ക്കുന്നു പറയാൻ പറ്റില്ല. ഇൻഡയറക്റ്റ് ടാക്സ് അങ്ങനെയല്ല, എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി ഷിഫ്റ്റ് ചെയ്യാം. സോപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ആളല്ല സോപ്പിൻ്റെ GST അടയ്ക്കുന്നത്, അത് റെസ്പോൺസിബിലിറ്റി ഷിഫ്റ്റ് ചെയ്ത് ഞാൻ എന്ന് പറയുന്ന, നിങ്ങളെന്ന് പറയുന്ന ആ സാധനം മേടിക്കുന്ന ആളുടെ ചുമലിലേക്ക് വരുന്നത്. ഓക്കെ, ഇവിടെ വരുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. എന്താണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്? ടാക്സ് മൈനസ് സബ്സിഡീസ്. സോ ആകെ ഇമ്പോസ് ചെയ്ത ടാക്സിൽ നിന്നും സബ്സിഡി കുറയ്ക്കുമ്പോൾ ഒരു നെറ്റ് വാല്യൂ കിട്ടും. അറ്റ, അതല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേ, അതാണ് അറ്റ. ഓർത്ത് വെച്ചോളൂ. അറ്റ ഇൻഡയറക്റ്റ് ടാക്സ്, പരോക്ഷ നികുതി. ഇപ്പോൾ മലയാളം വാക്ക് കിട്ടുന്നുണ്ടാവുമല്ലോ ഇല്ലേ? അപ്പോൾ ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ ഇത് ചേർക്കുമ്പോൾ മാർക്കറ്റ് പ്രൈസ് കിട്ടും, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ ഫാക്ടർ കോസ്റ്റ് കിട്ടും. ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ ഇത് കൂട്ടി ഇത് കുറയ്ക്കുന്നു. നേരെ ഇക്വേഷൻ അപ്പുറേക്ക് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിൽ നിന്നും ടാക്സ് കുറയ്ക്കുന്നു, സബ്സിഡി കൂട്ടുന്നു, അപ്പോൾ ഫാക്ടർ കോസ്റ്റ് കിട്ടും. കൺഫ്യൂഷൻ ആകരുത്. മോസ്റ്റ് ഓഫ് ദ കേസസ് factor cost is less than market price because in most of the cases tax is more than subsidy. ആ കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായെങ്കിൽ ഇനി വായിച്ചു നോക്കി. എന്താണ് മാർക്കറ്റ് പ്രൈസ്? കമ്പോള വില. എന്താണ് ഫാക്ടർ കോസ്റ്റ്? ഘടക ചെലവ്. രണ്ടും തമ്മിലുള്ള ആ ഡിഫറൻസ് എന്താണ്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. നെറ്റ് അറ്റ ഇൻഡയറക്റ്റ് ടാക്സസ്, പരോക്ഷ നികുതി. സോ ദ മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു factor cost plus net indirect tax. net indirect tax. ഉൽപാദന ഘടകങ്ങൾക്ക് നൽകുന്ന പ്രതിഫലമാണ് ഫാക്ടർ കോസ്റ്റ്. ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഓരോ ഫാക്ടറിനും കൊടുക്കുന്നതാണ് ഫാക്ടർ കോസ്റ്റ്. അറ്റ പരോക്ഷ നികുതി ലഭിക്കാൻ പരോക്ഷ നികുതിയിൽ നിന്ന് സബ്സിഡി കുറച്ചാൽ മതിയാകും. ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറയ്ക്കുക, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടും. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന വാല്യൂ വീണ്ടും 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 പറഞ്ഞോ, ഇറ്റ് വിൽ ബി മോസ്റ്റ്ലി പോസിറ്റീവ്. ഇൻ ദാറ്റ് കേസ് ഫാക്ടർ കോസ്റ്റ് വിൽ ബി ലെസ് ദാൻ മാർക്കറ്റ് പ്രൈസ്. ആ കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? യാതൊരു സംശയമില്ല, ആ കോൺസെപ്റ്റ് ക്ലിയർ ആയി. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ആളുകളെ കാണാനായിട്ട് പോവുകയാണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്. ഗ്രോസ് മൊത്തം, ഡൊമസ്റ്റിക് ആഭ്യന്തരം, പ്രൊഡക്റ്റ് ഉൽപ്പന്നം. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ മലയാളമാണ് മൊത്താഭ്യന്തര ഉൽപ്പന്നം. മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. ക്ലിയർ ആണോ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താണ് സാധനം? ഒന്ന് വായിച്ചേ, എൻ്റെ ഇംഗ്ലീഷിലേക്ക് പോട്ടോ. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ. അപ്പൊ നമ്മൾ ടെറിട്ടറിയാ പറയുന്നത്. നമ്മൾ ആദ്യം നാഷണൽ ഇൻകം പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എന്താണ് ടെറിട്ടറി അല്ല നോക്കുന്നത്. അവിടുത്തെ ആളുകൾ പുറത്തുണ്ടെങ്കിൽ അതും കൂടെ കൂട്ടും, ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നെങ്കിൽ അത് നമ്മൾ കുറയ്ക്കും, അല്ലെ? എന്നാൽ ഇവിടെ എന്താ പറയുന്നത്? ഒരു രാജ്യത്തിന്റെ ടെറിട്ടറി എടുത്ത് പറയുന്നുണ്ട്, ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ. അപ്പൊ ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കോ, അവിടെ അതിർത്തി എന്നൊരു ലംഘനമുണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. സോറി, അതിർത്തി ലംഘിക്കരുത്, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിർത്തി കൂട്ടുന്നില്ലെങ്കിൽ അവിടെ ഡൊമസ്റ്റിക് എന്നായിരിക്കില്ല, നാഷണൽ എന്നായിരിക്കും. അപ്പൊ സുഹൃത്തെ, ഡൊമസ്റ്റിക്കും നാഷണലും തമ്മിലുള്ള ആ വ്യത്യാസം എന്താണ്? ദേശീയ, ആഭ്യന്തര, ആ ടെറിട്ടറിയാണ്. ടെറിട്ടറി കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക്. ടെറിട്ടറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ രാജ്യത്തിലെ ആളുകളാണെങ്കിൽ അത് നാഷണൽ. അപ്പോൾ ഒരു വർഷം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഉൽപ്പാദിപ്പിക്കപ്പെട്ട എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സ് മാത്രമാണോ? അല്ല. സർവീസ് മാത്രമാണോ? അല്ല. എല്ലാ ഗുഡ്സും സർവീസും ഉണ്ടോ? ഇല്ല. എന്തൊക്കെയാ ഉള്ളത്? ഫൈനൽ ഗുഡ്സ് മാത്രം, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഇല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെയാണ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. അതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കമ്പോള വിലയുടെ അടിസ്ഥാനത്തിലുള്ള ആഭ്യന്തര ഉൽപ്പന്നത്തെ നമ്മളതിനെ കണക്കാക്കുന്നത് ടാക്സ് കൂട്ടി സബ്സിഡി കുറച്ചിട്ടാണെങ്കിൽ നമ്മളതിനെ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് വിളിക്കും. കമ്പോള വില GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്. ഇനി ഞാനത് കൂട്ടുന്നില്ല,
ഞാൻ ഫാക്ടർ കോസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ മാത്രം നോക്കുന്നെങ്കിൽ ഞാനതിനെ GDP at ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കും. ഘടക ചെലവിൽ നോക്കിക്കഴിഞ്ഞാൽ GDP at ഫാക്ടർ കോസ്റ്റ്. കമ്പോള വിലയിൽ നോക്കിക്കഴിഞ്ഞാൽ GDP at മാർക്കറ്റ് പ്രൈസ്. രണ്ടും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ടും ക്ലിയർ ആണെങ്കിൽ ഇനി നമുക്ക് സ്വല്പം ഇംഗ്ലീഷിലേക്ക് പോകാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം, അതാണ് GDP. എനിക്ക് നിങ്ങൾക്കും അറിയാവുന്നതാണ് GDP. ഞാൻ മുകളിൽ പല കളറിൽ തന്നിട്ടുണ്ട്. ഗ്രോസ് എന്നുള്ള വാല്യൂവിൻ്റെ അർത്ഥം മനസ്സിലാക്കണം, ഡൊമസ്റ്റിക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. പ്രൊഡക്റ്റീവിന് എല്ലാത്തിലും കോമൺ ആണ്. വായിച്ചേ GDP ഈസ് ദ മണി വാല്യൂ ഓഫ്, വീണ്ടും പറയട്ടെ, ഓൾ ഫൈനൽ മാത്രമാണ്, ഗുഡ്സ് മാത്രമല്ല സർവീസസും ഉണ്ട്, പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി. അതുകൊണ്ടാണ് നമ്മളതിനെ മലയാളത്തിൽ ആഭ്യന്തരം എന്ന് വിളിക്കുന്നത്. രാജ്യത്തിനകത്ത് ടെറിട്ടറിക്ക് പ്രാധാന്യം വരുന്നുണ്ട്. ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്ത സാധനത്തിൻ്റെ വാല്യൂ പറയുന്നത്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്ത് ആകെ മൊത്തം പ്രൊഡ്യൂസ് ചെയ്ത ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് Q ആണെന്നിരിക്കട്ടെ. Q എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അതിൻ്റെ വില എന്ന് പറയുന്നത് P ആണെന്നിരിക്കട്ടെ, പ്രൈസ്. അപ്പോൾ പ്രൈസ് P ആണ്, ടോട്ടൽ Q ആണെങ്കിൽ P ഇൻറ്റു Q ആയിരിക്കട്ടെ എൻ്റെ ടോട്ടൽ വാല്യൂ. Q നമ്പർ ഓഫ് ഐറ്റംസ്. ഓരോന്നിൻ്റെ വില P ആണെങ്കിൽ P ഇൻറ്റു Q. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ GDP. ക്ലിയർ ആണോ? GDPയെ കുറച്ചും കൂടെ നമ്മൾ കീറി മുറിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ കിട്ടും. വീണ്ടും നമ്മൾ വൃത്തിക്ക് പഠിക്കും, ആ കോംപ്ലിക്കേഷൻ ഒഴിവായിക്കോളും കേട്ടോ. എന്താ അത്? GDP is equal to consumption, C plus investment, I plus government spending, G plus net export, NX എന്ന് പറയുമ്പോൾ നെറ്റ് എക്സ്പോർട്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ടേമും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. GDP എന്ന് പറയുന്നത് എന്താണ്? C plus I plus G plus NX എന്നാണ്. ഓരോന്ന് നോക്കിക്കോളൂ. ഒന്നാമത്തേതാണ് C, കൺസംഷൻ. എന്ന് വെച്ചാൽ എന്താ? കൺസ്യൂമർ എന്ന് വെച്ചാൽ എന്താ? ഉപയോഗിക്കുക, ഉപഭോഗം എന്നാണ്. അപ്പോൾ ഓരോ കൺസ്യൂമറും, ഞാനും നിങ്ങളും അടങ്ങുന്ന ഇന്ത്യയിലെ 150 കോടി ജനങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കാശില്ലേ? ഒരു ഉദാഹരണം, നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഞാനിപ്പോൾ വാടകയ്ക്ക് നിൽക്കുന്നത്, വാടക കൊടുക്കുന്നു. ആശുപത്രിയിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആശുപത്രി മെഡിക്കൽ സർവീസിനോട് ചെലവഴിക്കുന്ന കാശ്. അപ്പം നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കുന്ന കാശ്, അതാണ് കൺസംഷൻ. അപ്പം എടുത്ത I എന്താണ്? I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ്. ആരൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നോക്കി, ആരൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബിസിനസ്സുകളല്ലേ. ഒരു ഉദാഹരണം, അവർ പുതിയൊരു മെഷീനറി മേടിച്ചു, പുതിയ ഒരു ബിൽഡിംഗ് പണി കഴിപ്പിക്കുകയാണ്, പുതിയൊരു ഫാക്ടറി പണി കഴിപ്പിക്കുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ക്യാപിറ്റൽ ഗുഡ്സിനാണ് പ്രധാനമായിട്ടും വേണ്ടത്. പുതിയൊരു മെഷീനറി പണി കഴിപ്പിച്ചു, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. പുതിയൊരു ടെക്നോളജി വരുന്നു, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. പുതിയൊരു ബിൽഡിംഗ് പണിയുന്നു, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഇതെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതെല്ലാം നമ്മുടെ എക്കണോമിയിൽ ചെലവാക്കപ്പെടുന്ന കാശാണ്. ക്ലിയർ ആണോ? അപ്പോൾ സിയും കൂട്ടി ഐയും കൂട്ടി. ഇവിടെ ഗവൺമെന്റിന് റോളൊന്നുമില്ലേ? ഇല്ലേ? ഉറപ്പായിട്ടും ഗവൺമെന്റിന് റോളുണ്ട്. അതാണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ പണിയാറില്ലേ? റോഡുകൾ പണിയാറില്ലേ? നിങ്ങൾ ഗവൺമെന്റ് ജോലിയിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് ശമ്പളം തരുന്നില്ലേ? അതൊരു ചെലവല്ലേ? ഡിഫൻസിന് പ്രോപ്പർ ആക്കാൻ വേണ്ടി, സ്ട്രോങ് ആക്കാൻ വേണ്ടി ഈ അടുത്ത് S-400 മേടിച്ചില്ലേ? ഇനി മേടിക്കുന്നു പറയുന്നില്ലേ? ഇല്ലേ? അപ്പോൾ അങ്ങനെ ഗവൺമെന്റ് ചെലവാക്കുന്ന കാശുണ്ട്. ശമ്പളം തരുന്നത് മുതൽ റോഡ് പണിയുന്നത് മുതൽ സ്കീമുകൾ മുതൽ എല്ലാം ഉണ്ട്. അടുത്തതാണ് NX, നെറ്റ് എക്സ്പോർട്ട്. അതായത് ഒരു രാജ്യം എത്ര എക്സ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ ഗ്രോത്തിനെ കാണിക്കുന്നു. ഒരു രാജ്യം എത്ര ഇമ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ ഗ്രോത്തിനെ അല്ല കാണിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യ ഇറാൻ എന്ന് പറയുന്ന സാധനത്തിനെ, അല്ലെങ്കിൽ സൗദി അറേബ്യ, അല്ലെങ്കിൽ OPEC രാജ്യങ്ങൾ, റഷ്യനൊക്കെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ കാരണം എന്താ? നിങ്ങൾ ആലോചിച്ചു, ഈ ഗൾഫ് രാജ്യങ്ങളുള്ള ഓയിൽ ആൻഡ് പെട്രോളിയത്തിൻ്റെ ഡെപ്പോസിറ്റ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ നമ്മളൊരു സൂപ്പർ പവറായിട്ട് മാറിയേനെ. ചിലപ്പോൾ വെനസ്വേല പോലെയാണ്, ചിലപ്പോൾ നമ്മളൊരു സൂപ്പർ പവറായിട്ട് മാറിയേനെ. അപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ക്ലിയർ ആണോ? അതിന് വേറെ മാർഗമില്ല, നമുക്ക് അതിന് ഡിപ്പെൻഡ് ചെയ്താലേ പറ്റുള്ളൂ. ഇന്നത്തെ ഈ ഒരു ഗ്ലോബലൈസ്ഡ് ലോകത്തിൽ ഗ്ലോബലൈസേഷൻ എന്നൊരു സാധനം നടന്നു കഴിഞ്ഞു. LPG റീഫോംസ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതൊക്കെ പിന്നീട് പഠിക്കാം കേട്ടോ. അതിൽ ലോകം ആഗോളവൽക്കരണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയി കഴിഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ എക്കണോമി ഒരു ഓപ്പൺ എക്കണോമിയാണ്, കുറേയൊക്കെ തുറന്നൊരു എക്കണോമിയാണ്. നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്. അതിന് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമി പതുക്കെ താഴ്ത്തിക്കും. കാരണം എപ്പോഴും സാധനം മേടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അല്ലേ? അപ്പം നമ്മുടെ എക്സ്പോർട്ട് പതുക്കെ കൂടണം. മേക്ക് ഇൻ ഇന്ത്യ എന്താ കാരണം? എന്താ? ഇന്ത്യയിൽ ഉണ്ടാക്കുക, എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് കൂട്ടാനാണ്. അപ്പോൾ എക്സ്പോർട്ട് കൂടിയിരുന്ന് ഇമ്പോർട്ട് കുറയുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ കയ്യിലേക്ക് കൂടുതൽ കാശ് വരും.
ഇന്ത്യയുടെ കേസിൽ മിക്കവാറും ഒക്കെ എക്സ്പോർട്ടിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ കേസിൽ ഈ സാധനം നെഗറ്റീവായിട്ട് വരും. അപ്പോൾ C+I+G+NX കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ് സ്പെൻഡിങ്, NX എന്താണ്? നെറ്റ് എക്സ്പോർട്ട്. നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ദ ഫാക്ട് ദാറ്റ് എക്സ്പോർട്ട് ഈസ് മോർ ദാൻ ഇമ്പോർട്ട്. ഈ സാധനമാണ് GDP എന്ന് പറയുന്നത്. ഇതിൽ ഓരോ ടെർമിനോളജി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശരിയാണോ? GDP മനസ്സിലായോ? GDP എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, GDP മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്തത് പഠിക്കാം. GDP പഠിച്ചു. അടുത്തത് നോക്കണേ, NDP. അപ്പൊ നോക്കി, ഡിന്ന് ഡി പോയി 0, പിന്ന് പി പോയി 0, പോയില്ലാത്ത G എന്നാണ്. ജിയും എന്നുമാണ്. അപ്പോൾ ഒന്ന് ഗ്രോസ് ആണ്, ഒന്ന് നെറ്റ് ആണ്. അതായത് ഗ്രോസിൽ നിന്നും എന്തോ പോയപ്പോഴാണ് നെറ്റ് കിട്ടിയത്. മൊത്തം GDP എന്താണ്? മൊത്തം ആഭ്യന്തര ഉൽപാദനം. അപ്പൊ എന്തായിരിക്കും NDP? അറ്റ ആഭ്യന്തര ഉൽപാദനം. കാരണം ഗ്രോസ് നെറ്റ് മാത്രമേ അവിടെ വ്യത്യാസമുള്ളൂ. ആഭ്യന്തര സെയിമാണ്. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? അറ്റ ആഭ്യന്തര ഉൽപാദനം. ഈ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെയും എനിക്ക് മാർക്കറ്റ് പ്രൈസ്, ഫാക്ടർ കോസ്റ്റിൽ എനിക്ക് ഇഷ്ടമുള്ള സാധനത്തിൽ നോക്കാൻ പറ്റും. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വായിച്ചേ. മൊത്തത്തിൽ നിന്നും അറ്റത്തിലേക്കുള്ള വ്യത്യാസം, അത് മാത്രമേ ഉള്ളൂ. മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറച്ചാൽ കിട്ടുന്നതാണ് അറ്റ ആഭ്യന്തര ഉൽപാദനം. തേയ്മാന ചെലവ് കുറയ്ക്കുക. എന്താ തേയ്മാന ചെലവ്? ഇംഗ്ലീഷിൽ നമ്മളതിനെ ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കും. ക്ലിയർ ആണോ? അതായത് എന്താണോ നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ആ ഗ്രോസിൽ നിന്നും എനിക്ക് നെറ്റിലേക്ക് എത്തണമെങ്കിൽ ഗ്രോസും നെറ്റും മാത്രം തമ്മിലുള്ള വ്യത്യാസമാണ്. സോ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഇതെനിക്ക് കമ്പോള വില, മാർക്കറ്റ് പ്രൈസിൽ കാണാൻ പറ്റും, ഘടക ചെലവ്, ഫാക്ടർ കോസ്റ്റിൽ കാണാൻ പറ്റും. എന്താണ് ഡിപ്രീസിയേഷൻ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു കാറ് മേടിച്ചു. ഓക്കെ, ഇതാണ് നിങ്ങൾ മേടിച്ച കാർ എന്ന് പറയുന്നത് കേട്ടോ. ഈ കാറ് നിങ്ങൾ മേടിച്ചത് സപ്പോസ് 20 ലക്ഷം രൂപയ്ക്കാന്നിരിക്കട്ടെ. 5 കൊല്ലം കഴിഞ്ഞ് കാറ് വെക്കുമ്പോൾ നിങ്ങൾ കാറിന്റെ വില കൊടുക്കുന്നു 20 ലക്ഷം രൂപ. ആളുകൾ നിങ്ങളെ ഭ്രാന്താന്ന് വിളിക്കും. നിങ്ങളുടെ കാറാരും മേടിക്കില്ല. കാരണം എന്താ? ആ കാറിന് ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്, തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത് അടുത്ത 10 വർഷത്തേക്കാണെങ്കിൽ, അതായത് ആ പ്രൊഡക്റ്റിന്റെ വില എന്ന് പറയുന്നത് 50,000 രൂപയാണെന്ന് നിൽക്കട്ടെ. 50,000 രൂപ. ഇറ്റ് ഈസ് ഡിസൈൻ ഫോർ ദ നെക്സ്റ്റ് 10 years. അപ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാ? ഇതുപോലെയല്ല, എന്നാലും റഫ്ലി പറയുകയാണ്. 50,000/10, ഓരോ വർഷവും 5,000 രൂപയുടെ മൂല്യം അതിൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കാറിന് കാര്യമായിട്ട് മൂല്യം കുറയും. 5 കൊല്ലം കഴിയുമ്പോൾ എത്ര ലക്ഷം കിട്ടും? നിങ്ങൾ ആലോചിക്കുക. ആ ഡിഫറൻസ് ഇൻ വാല്യൂ, ആ സംഭവിച്ച സാധനത്തിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസിൽ നിന്നും നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും സുഹൃത്തെ? നെറ്റ് കിട്ടും. വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ ഈസ് ദ കൺസംഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. നമ്മുടെ മെഷീനറിക്ക് ഒരു ഡിപ്രീസിയേഷൻ സംഭവിക്കില്ലേ? ഉദാഹരണം, മെഷീനറിക്ക് ഡിപ്രീസിയേഷൻ സംഭവിക്കില്ലേ? ഓരോ വർഷവും അതിനകത്ത് ഡിപ്രീസിയേഷൻ സംഭവിക്കാം. മെക്കാനിക്കൽ ഗുഡ്സ് ആണെങ്കിൽ അതിനകത്ത് വെയർ ആൻഡ് ടയർ സംഭവിക്കാം. ക്ലിയർ ആണോ? ആ വെയർ ആൻഡ് ടയറിന് നമ്മൾ സർവീസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് കിടക്കണം. ക്ലിയർ ആണോ? അതിനുവേണ്ടി നമ്മളൊരു എമൗണ്ട് ചിലവാക്കുന്നുണ്ട്. ആ ഡിപ്രീസിയേഷൻ കോസ്റ്റിനെ നമുക്ക് നെറ്റ് ഇൻകത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. കാരണം അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ. GDP ആണോ NDP ആണോ ഏറ്റവും ആക്യുറേറ്റ്? ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് GDP ആണോ NDP ആണോ? GDP ആണ് നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബയാസ്ഡ് ആകരുത്. ഗ്രോസ് ആണോ നെറ്റ് ആണോ ആക്യുറേറ്റ്? ഗ്രോസ് എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും അറിയാം, ഡിപ്രീസിയേഷൻ എന്നൊരു റിയാലിറ്റിയെ നമ്മൾ കണക്കിലെടുക്കുന്നില്ല. ഡിപ്രീസിയേഷൻ എന്നൊരു റിയാലിറ്റിയെ നമ്മൾ കണക്കിലെടുത്തു കഴിഞ്ഞാൽ അത് നെറ്റിലേക്ക് പോകും. അപ്പം നമുക്കറിയാം ഗ്രോസിലും നെറ്റിലും ഏറ്റവും ആക്യുറേറ്റ് എന്ന് പറയുന്നത് നെറ്റാണ്. സോ NDP ഈസ് മോർ ആക്യുറേറ്റ് ദാൻ GDP. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തട്ടെ വായിച്ചേ. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അപ്പോൾ GDP നമ്മൾ പഠിച്ചു, NDP നമ്മൾ പഠിച്ചു. ആകെ വ്യത്യാസം ഗ്രോസും നെറ്റും തമ്മിലാണ്. അടുത്ത് നമ്മൾ പറയുന്നതാണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അപ്പം എന്താ വ്യത്യാസം? ജിയും കറക്റ്റാണ്, പിയും കറക്റ്റാണ്. ആകെ വ്യത്യാസം എന്താ? ഡൊമസ്റ്റിക്കും നാഷണലും തമ്മിലാണ്. ഡൊമസ്റ്റിക് വേഴ്സസ് നാഷണൽ, അതാ നമ്മൾ പഠിക്കുന്നത്. ഡൊമസ്റ്റിക് വേഴ്സസ് നാഷണൽ, അതാ വ്യത്യാസമുള്ളത്. ഗ്രോസിനെ നമ്മൾ എങ്ങനെ പറയും? മൊത്തം. നാഷണലിനെ നമ്മൾ എങ്ങനെ പറയും? ദേശീയം.
പ്രൊഡക്റ്റിന് നമ്മൾ ഉൽപ്പന്നം എന്ന് പറയുക. അപ്പോൾ മൊത്ത ദേശീയ ഉൽപ്പന്നമാണ് GNP. GDP എന്താണ്? മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. അപ്പോൾ എന്താ അവിടുത്തെ ഫാക്ടർ? നമ്മുടെ രാജ്യത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ അത് ഡൊമസ്റ്റിക്കിലേക്ക് വരും. രാജ്യത്തുള്ള ആളുകൾ തന്നെ വേറെ രാജ്യത്ത് നിന്ന് അയക്കുന്നത് നാഷണലിലേക്ക് വരും. അത്രയേ ഉള്ളൂ വ്യത്യാസം. വായിച്ചേ. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധന സേവനങ്ങളാണ് തിരിച്ചില്ലല്ലോ, അതിന്റെ പണമൂല്യമാണ് മൊത്തം ദേശീയ ഉൽപ്പന്നം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഒരു രാജ്യത്ത് എന്നാ പറയുന്നത്. എന്തെന്ന് പറയുന്നില്ല. GDP ആണെങ്കിൽ എന്ത് പറഞ്ഞേനെ? ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ എന്ന് പറഞ്ഞേനെ. ക്ലിയർ ആണോ? അപ്പോൾ GDP എന്താണോ അതിനോടുകൂടെ നമ്മൾ വിദേശത്തു നിന്ന് കിട്ടുന്ന വരുമാനത്തിനെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഡൊമസ്റ്റിക് മാറി നാഷണലായി. അപ്പൊ GDP മാറി എന്തായി? GDP മാറിയിട്ട് GNP ആയി. ഈ വിദേശത്തു നിന്ന് കിട്ടുന്ന വരുമാനത്തിനെയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് അറ്റ ഘടക വരുമാനം. അറ്റ എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? നെറ്റ് ഉണ്ടാവും. ഘടക വരുമാനം, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, NFIA. എന്താ അത്? അറ്റ ഘടക വരുമാനം ഫ്രം എബ്രോഡ്, അതായത് വിദേശത്ത് നിന്ന് കിട്ടുന്ന അറ്റ ഘടക വരുമാനം. എന്താ സാധനം എന്നുള്ളത് പറഞ്ഞുതരാം. ടെൻഷൻ ആവണ്ട. ഓക്കെ, ടെൻഷൻ ആവണ്ട കേട്ടോ. ഇംഗ്ലീഷ് വായിച്ചിട്ട് എൻ്റെ ഉദാഹരണം പറഞ്ഞുതരാം. GNP is the total market value of all final goods and services produced annually in a country plus net factor income from abroad, NFIA. സോറി, വൃത്തികേടായി പോയല്ലേ. എന്താണപ്പോൾ ഈ NFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കൊരു കാര്യം അറിയാം. GDP എന്ന് പറയുന്നത് എന്താണ്? കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് സ്പെൻഡിങ് പ്ലസ് നെറ്റ് എക്സ്പോർട്ട്. അതല്ലേ GDP എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ NFIA കൂടെ കൂടണം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ NFIA? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. അപ്പോൾ അതിലൊരു നെറ്റ് വരുന്നുണ്ട്. എന്താ നെറ്റ് വരാൻ കാരണം? അതായത് നമുക്കറിയാം, ഇന്ത്യക്കാർ മില്യൺസ് ഓഫ് ഇന്ത്യക്കാരാണ് വേറെ രാജ്യങ്ങളിൽ താമസിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇന്ത്യൻ ഡയസ്പോറ എന്നൊക്കെ അവരെ പറയും. അവരവിടെ ജോലി ചെയ്തു, ശമ്പളം ഉണ്ടാക്കി, കുറെ കാശുണ്ടാക്കി, അവിടെ സ്പെൻഡ് ചെയ്തു, അവിടെ ജീവിക്കുകയാണ്. അവരവിടുത്തെ സിറ്റിസൺ ആയ കൂടെ തന്നെ അവർക്കൂടെ കണക്ഷൻ ഉണ്ട്. അവർ ഇങ്ങോട്ടേക്ക് കാശുകൾ അയച്ചു കൊടുക്കാം, ഇവർക്ക് പ്രോപ്പർട്ടി മേടിക്കാനായിട്ട് സഹായിക്കാം, ഇവിടെ ഇൻവെസ്റ്റ്മെന്റിന് സഹായിക്കാം. അപ്പം നമ്മുടെ നാട്ടിലേക്ക് ഒരു വരുമാനം വരുന്നുണ്ട് വിദേശത്ത് നിന്ന്. ക്ലിയർ ആണോ? ഇതുപോലെ ചൈനക്കാർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇല്ലേ? ഇന്ത്യയിൽ മേ ബി US എന്നുള്ളൊരു ജോലി ചെയ്യുന്നുണ്ട്, റഷ്യ എന്നുള്ളൊരു ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രീലങ്കയിൽ നിന്നുള്ളൊരു, ബംഗ്ലാദേശിൽ നിന്നുള്ളൊരു ജോലി ചെയ്യുന്നുണ്ട്. അവരവരുടെ രാജ്യത്തേക്ക് കാശ് അയക്കില്ലേ? അപ്പോൾ അവിടെ നിന്ന് വരുന്ന എമൗണ്ടും ഉണ്ട്, ഇവിടെ നിന്ന് പോകുന്ന എമൗണ്ട് ഉണ്ട്. രണ്ടിൻ്റെ ഡിഫറൻസ്, അതല്ലേ നെറ്റ്. ഗ്രോസും നെറ്റും തമ്മിൽ നമ്മളൊരു കാര്യം പറഞ്ഞു. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും പിന്നെ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും, ഗ്രോസ് വേഴ്സസ് നെറ്റ്. എന്താണ് ആ ഡിഫറൻസ് എന്ന് നമ്മൾ പറഞ്ഞു. ഗ്രോസ് മൈനസ് നെറ്റ് നമ്മൾ പറഞ്ഞു, വാല്യൂ ഡിപ്രീസിയേഷൻ. അതുപോലെ ഇന്ത്യയിൽ നിന്ന് പോയ ആളുകൾ അവർ ഇന്ത്യയിലേക്ക് അയക്കുന്നൊരു വരുമാനമുണ്ട്. അതുപോലെ തന്നെ വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, അവർ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് അയക്കുന്ന വരുമാനമുണ്ട്. രണ്ടിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് അത് പോസിറ്റീവ് ആണെങ്കിൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും. ഇന്ത്യയിൽ നിന്ന് കൂടുതൽ പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ആവാം. അപ്പോൾ മനസ്സിലായിക്കൊള്ളുക, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. അത് ചിലപ്പോൾ നെഗറ്റീവ് ആവാം, ചിലപ്പോൾ പോസിറ്റീവ് ആവാം. ഇന്ത്യയുടെ കേസിൽ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് പറയാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഇന്ത്യയുടെ വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം NFIA. എന്താ അത്? വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ നമ്മുടെ രാജ്യത്തിലേക്ക് അയക്കുന്ന വരുമാനവും നമ്മുടെ രാജ്യത്ത് വിദേശീയരായിട്ടുള്ളവർ അവരുടെ രാജ്യത്തിലേക്ക് അയക്കുന്ന വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ്. തെറ്റില്ലല്ലോ. ഉദാഹരണം, കഴിഞ്ഞ വർഷം വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് 10,000 കോടി രൂപ അയച്ചു എന്ന് കരുതുക. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് 10,000 അയച്ചു. ഇവിടെയുള്ള വിദേശികൾ അവരുടെ രാജ്യത്തേക്ക് 7,000 കോടി അയച്ചു. അപ്പം നമുക്കറിയാം ഇങ്ങോട്ട് കൂടുതലൊന്നും. 7 മൈനസ് 10 മൈനസ് 7 3 3,000 കോടി രൂപ. ആ കേസിൽ NFIA നെഗറ്റീവ് അല്ല, ആ കേസിൽ NFIA പോസിറ്റീവ് ആണ്. ചില കേസിൽ NFIA നെഗറ്റീവ് ആവും. അപ്പോൾ വീണ്ടും പറയട്ടെ, ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്? ഡൊമസ്റ്റിക്കും നാഷണലും തമ്മിലുള്ള ആ വ്യത്യാസമാണ് സുഹൃത്തെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്താണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ടൈമാണ് നെറ്റ്
നാഷണൽ പ്രൊഡക്റ്റ്. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് പഠിച്ചു, നമ്മൾ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് പഠിച്ചു, നമ്മൾ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. അതിനു മുന്നേ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ്. ഇതിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാ? ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാ? അത് ഡൊമസ്റ്റിക് ആണോ അത് നാഷണൽ ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ത്യക്കാർ 10,000 കോടി ഇങ്ങോട്ട് അയച്ചാൽ അത് കൂട്ടണം, ഇവിടുന്ന് 7,000 കോടി പോയി കഴിഞ്ഞാൽ അത് കുറയ്ക്കണം. അപ്പോൾ ഡൊമസ്റ്റിക്കിനേക്കാളും ആക്യുറേറ്റ് ഏതാണ്? ഡൊമസ്റ്റിക്കിനേക്കാളും ആക്യുറേറ്റ് നാഷണൽ ആണ്. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനേക്കാളും ആക്യുറേറ്റ് NDP ആണോ? ആണ്. കാരണം എന്താ? ഗ്രോസിനേക്കാളും ആക്യുറേറ്റ് നെറ്റ് ആണ്. ഇനി GDP യേക്കാളും ആക്യുറേറ്റ് ആണോ GNP? അതെ. അപ്പം എൻ്റെ അടുത്ത ചോദ്യം, GNP ആണോ NDP ആണോ ആക്യുറേറ്റ്? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം എന്താണെന്നറിയോ? ഇവിടെ നെറ്റ് എന്നൊരു വാല്യൂ ഉണ്ട്. ഗ്രോസിനേക്കാളും ആക്യുറസി നെറ്റിനാണ് നമ്മൾ പഠിച്ചു. ഡിപ്രീസിയേഷൻ കുറയ്ക്കും. ഇവിടെ പക്ഷേ ഡൊമസ്റ്റിക് എന്നാണ് ഉള്ളത്, ഇവിടെ ഉള്ളത് നാഷണൽ എന്നാണ്. ഡൊമസ്റ്റിക്കിനേക്കാളും ആക്യുറസി ഇവിടെ നാഷണലിനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആക്യുറസി ഗ്രോസിനാണോ അല്ലെങ്കിൽ നെറ്റിനാണോ? നമുക്കറിയാം നെറ്റിനാണ്. ഏറ്റവും കൂടുതൽ ആക്യുറസി ഡൊമസ്റ്റിക്കിനാണോ നാഷണലിനാണോ? നമുക്കറിയാം നാഷണലിനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആക്യുറസി NNPക്കായിരിക്കും. ക്ലിയർ ആണോ? കഴിഞ്ഞ ക്ലാസ്സിലേക്ക് നമ്മൾ വീണ്ടും എത്തുകയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ആക്യുറസി ഉള്ള ടൈമിനെ നമ്മൾ പഠിക്കുന്നത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. എന്താണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്? നമ്മളതിൽ ഡിപ്രീസിയേഷൻ കുറയ്ക്കും, അതുകൊണ്ടാണ് നെറ്റ് വരുന്നത്. നമ്മളതിൽ NFI കൂട്ടും, അതുകൊണ്ടാണ് നാഷണൽ ആകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഇന്ത്യയുടെ നാഷണൽ ഇൻകം. ഇന്ത്യയുടെ നാഷണൽ ഇൻകം നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. ഇന്ത്യയുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ എന്താ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയാൻ കാരണം? ശ്രദ്ധിച്ചോളൂ കേട്ടോ, ശ്രദ്ധിച്ചോളുക. പല രീതിയിൽ നമ്മളോട് ചോദ്യം ചോദിക്കാം. GNPയിൽ നിന്നും NNPയിലേക്ക് എങ്ങനെ എത്താം? GNPയും NNPയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് ഗ്രോസും നെറ്റും ആണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ ആണ്. GDP NDP വ്യത്യാസം ചോദിക്കാം, GNP NNP വ്യത്യാസം ചോദിക്കാം. ആ ടേമിൽ എന്താ വ്യത്യാസം അത് നോക്കിയാൽ മതി. ക്ലിയർ ആണോ? അപ്പോൾ നമുക്കറിയാം GDPയുടെ ഡെഫിനിഷൻ കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് സ്പെൻഡിങ് പ്ലസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. അത് GDP ആണ്. GDPയുടെ കൂടെ NFI കൂടി കഴിഞ്ഞാൽ അതെന്തായി? ഗ്രോസ് നെറ്റാവുമല്ല, അത് ഡിപ്രീസിയേഷൻ ആണ്. ഡൊമസ്റ്റിക് നാഷണലായി, അപ്പോൾ GNP ആയി. അതിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി? ഗ്രോസ് നെറ്റായി, അപ്പോൾ NNP ആയി. ഇപ്പോൾ ഇക്വേഷൻസ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ടോ? കാണാതെ പഠിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇവിടെ വരുന്നില്ല. നെറ്റ് അറ്റ നാഷണൽ ദേശീയ ഉൽപ്പന്നം GNP മൈനസ് ഡിപ്രീസിയേഷൻ. ഇതിനെ രണ്ട് രീതിയിൽ കണക്കാക്കാം. ഒന്ന് മാർക്കറ്റ് പ്രൈസിലുള്ളത് നോക്കാം, ഒന്ന് ഫാക്ടർ കോസ്റ്റിലുള്ളത് നോക്കാം. നിങ്ങൾ പറഞ്ഞേ, മാർക്കറ്റ് പ്രൈസിലുള്ളതാണോ ആക്യുറേറ്റ്, ഫാക്ടർ കോസ്റ്റിലുള്ളതാണോ ആക്യുറേറ്റ്? പറഞ്ഞേ, ആലോചിച്ചിട്ട് പറ. ഫാക്ടർ കോസ്റ്റിലുള്ള സാധനത്തിന് വെറുതെ ടാക്സ് കൂട്ടി ഞാൻ, എന്നിട്ട് ഞാൻ സബ്സിഡി വല്ലാണ്ട് അങ്ങ് കുറച്ചു, വല്ലാതെ ടാക്സ് കൂട്ടി വല്ലാതെ സബ്സിഡി കുറച്ചു, അപ്പോൾ എൻ്റെ മാർക്കറ്റ് പ്രൈസ് കൂടില്ലേ? ഇല്ലേ? ടാക്സ് വല്ലാതെ കൂട്ടി സബ്സിഡി വല്ലാതെ കുറച്ചു, സബ്സിഡി 0 ആക്കി, ടാക്സ് കുത്തനെ വരുത്തി. അപ്പോൾ എൻ്റെ രാജ്യം വളർന്നിട്ടില്ല, എൻ്റെ രാജ്യത്തിന് ഗ്രോത്ത് ഇല്ല. പക്ഷെ എനിക്ക് വില കൂടുതലായിട്ട് തോന്നുക, കാരണം മാർക്കറ്റിൽ കമ്പോള വില കൂടുതലാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ പെരുപ്പിക്കാൻ സാധിക്കും. അതിനർത്ഥം എൻ്റെ രാജ്യത്തെ ഓവറോൾ പ്രൊഡക്ടിവിറ്റി കൂടിയെന്നാണോ? അല്ല. രാജ്യത്തെ ഓവറോൾ പ്രൊഡക്ടിവിറ്റി കൂടണമെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന സാധനം കൂടണം. അത് ഇവിടെയാണ് കൂടുന്നത്, ഫാക്ടർ കോസ്റ്റിലാണ്. അപ്പോൾ ആക്യുറേറ്റ് വാല്യൂ എന്താ? ഫാക്ടർ കോസ്റ്റ് ആണ്. അപ്പോൾ വീണ്ടും ചോദിക്കട്ടെ, GNP ഇതിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള നമ്മളെടുത്തു GNP. ഡൊമസ്റ്റിക് ആണോ നാഷണൽ ആണോ? നാഷണൽ. ഇനി GNP ആണോ NNP ആണോ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളത്? അവിടെ നമ്മളെടുത്തു NNP. കാരണം എന്താ? ഗ്രോസിനേക്കാളും ആക്യുറേറ്റ് ആയിട്ടുള്ള നെറ്റാണ്, ഡിപ്രീസിയേഷൻ കുറയ്ക്കും. ഇനി NNP ഫാക്ടർ കോസ്റ്റ് കൊടുത്തു, NNP മാർക്കറ്റ് പ്രൈസ് കൊടുത്തു. ഏതാ ആക്യുറേറ്റ്? NNP ഫാക്ടർ കോസ്റ്റ്. കാരണം മാർക്കറ്റ് പ്രൈസ് വെറുതെ ടാക്സ് കൂട്ടിക്കഴിഞ്ഞാലും മാർക്കറ്റ് പ്രൈസ് കൂടും. അപ്പോൾ ഓവറോൾ വാല്യൂ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ആക്യുറേറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ സ്ലൈഡ് നോക്കുക. നൗ യു നോ. ഇപ്പോൾ നിങ്ങൾക്കറിയാം വാട്ട് ഈസ് ഇന്ത്യസ് നാഷണൽ ഇൻകം?
ദ മോസ്റ്റ് ആക്യുറേറ്റ് വാല്യൂ ഗ്രോസ് അല്ല, നെറ്റ് ആണ്. ഡൊമസ്റ്റിക് അല്ല, നാഷണൽ ആണ്. മാർക്കറ്റ് പ്രൈസ് അല്ല, ഫാക്ടർ കോസ്റ്റ് ആണ്. ഉത്തരം കിട്ടി. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. അതിൽ GDP ഉണ്ട്, GDP GNP ആകണം. അപ്പോൾ NIF എന്നുള്ള വാല്യൂ വരണം, നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് വരണം. GDP എന്തായി? GD മാറി GN ആയി, പക്ഷെ ഗ്രോസ് മാറി നെറ്റ് വരണം. അതിലപ്പോൾ എന്തുകൊണ്ട്? ഡിപ്രീസിയേഷനും അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും ആക്യുറേറ്റ് ഉള്ള വാല്യൂ നമുക്ക് കിട്ടി NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ക്ലിയർ ആയല്ലോ? ഇനി ഇത് തെറ്റരുത് കേട്ടോ. ഓക്കെ, ഇനി ഇത് തെറ്റരുത്. ഇന്ത്യയുടെ GDP ആണോ കൂടുതൽ, ഇന്ത്യയുടെ GNP ആണോ കൂടുതൽ? ഇന്ത്യസ് GDP ഈസ് മോർ ദാൻ GNP. ഡൊമസ്റ്റിക്കിനേക്കാളും വലുതായിരിക്കണം നാഷണൽ, പക്ഷേ ഇന്ത്യയുടെ GDP കൂടുതലാണ്. എന്താണ് കാരണം? അത് നമുക്ക് എപ്പോൾ കാണാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലിയർ ആണോ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ വീണ്ടും പറയട്ടെ, ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കുക. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സീരിയൽ പോലെ അവസാനം കൊണ്ടെന്ന് വെച്ചൊന്നും വിചാരിക്കരുത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ, ഉഷാറായിട്ട് പഠിക്കണം. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ GDP GNP തമ്മിൽ ഒരു വ്യത്യാസം? ഡൊമസ്റ്റിക്കിനേക്കാളും വലുതാകണം നാഷണൽ, പക്ഷേ ഇന്ത്യയുടെ കേസിൽ അങ്ങനെയല്ല. ബട്ട് വൈ, എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഉഷാറായിട്ട് പഠിക്കൂ. വീണ്ടും കാണാം. ബൈ.